ഇന്ന് ഒക്ടോബർ 2 നമ്മള് നമ്മുടെ ബാലു ചേട്ടനെ ഓർക്കുന്ന ഒരു ദിവസമാണ്. നമ്മുടെ ബാലഭാസ്കർ ചേട്ടൻ നമ്മളെ വിട്ടു പോയിട്ട് 6 വർഷമായി. ആൻഡ് നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ഒരു ഭയങ്കര വലിയൊരു ആളായിരുന്നു. കാരണം തീരാ നഷ്ടമാണ് നമ്മുടെ ബാലു ചേട്ടൻ. കാരണം ജഡ്ജായിട്ടിരുന്ന ഒരാളായിരുന്നു ചേട്ടൻ. അപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ഈ ഒരു വേദിയിൽ ചേട്ടനെ കുറിച്ച് നമ്മൾ ഒരു മൊമെന്റ് ഷെയർ ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഇന്നത്തെ ഈ ഒരു ഒക്ടോബർ 2 നമുക്ക് പോവാൻ പറ്റില്ല. ഹരിച്ചേട്ടൻ എന്തോ ഒരു ഓർമ്മയിലേക്ക് പോയി എന്ന് എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. എന്നെ സംബന്ധിച്ച് ഹി വാസ് ദ ബെസ്റ്റ് വയലിനിസ്റ്റ്. ഇത് ഞാൻ കേട്ടെടുത്തോളാം. അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് ഇനി ഉണ്ടാവുമെന്നും ഡൗട്ടാണ്. കാരണം ബാലുചേട്ടനൊരു അപാര മ്യൂസീഷ്യനായിരുന്നു, ഒരു കമ്പോസറായിരുന്നു, ഒരു വയലിനിസ്റ്റ് ആയിരുന്നു, നല്ലൊരു സിംഗറായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് ഉൾക്കൊള്ളാൻ ഒട്ടും പറ്റാത്തതും സംസാരിക്കാൻ ഒരുപാട് പ്രയാസപ്പെടുന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ എന്നേക്കാളും ഒരുപാട് സംസാരിക്കാൻ ഉള്ള ഒരാളുണ്ട് ഈ ഫ്ലോറിൽ, നമ്മുടെ പാച്ചുചേട്ടൻ. പാച്ചുചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലുചേട്ടൻ്റെ ഒരു നിഴല് പോലെ നടന്ന ആളാണ്. ഒരുമിച്ചായിരുന്നു എപ്പോഴും, പ്രോഗ്രാംസ് ആണെങ്കിലും എല്ലാം. അതുകൊണ്ട് ബാലുചേട്ടൻ എവിടെയാണെങ്കിലും ഞങ്ങളുടെ എന്നും ആ ഓർമ്മകൾ നമ്മളോടൊപ്പം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് എന്നും നമ്മളുള്ളിടത്തോളം കാലം നമ്മളെല്ലാവരും എൻജോയ് ചെയ്യും. ഹി വിൽ ബി ദെയർ ഫോർ എവർ. ഓക്കെ, പാച്ചുചേട്ടാ എന്തെങ്കിലും ഒരു മെമ്മറി ഷെയർ ചെയ്യാമോ? ഓർമ്മകൾ ഒരുപാടുണ്ട്. ഞാൻ ഏകദേശം ഒരു 15 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ, അദ്ദേഹത്തിൻ്റെ ബാൻഡിലെ പെർക്കഷനിസ്റ്റായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രോഗ്രാം വരെ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഒരു എന്താ പറയുക, പ്രാക്ടീസ് എന്നുള്ള ഒരൊറ്റ കാര്യം 18 മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. രാവിലെ തുടങ്ങി പാതിരാത്രി വരെ ഒറ്റ ഇരിപ്പിന് പ്രാക്ടീസ്. മാത്രമല്ല ഞങ്ങളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഞങ്ങളെയും കൂടെ ഇരുത്തി പ്രാക്ടീസ് ചെയ്യുന്നത്. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും. ഹരിയുമായിട്ട് പിന്നെ ഉള്ള ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഹരി ചെറുതായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരു വെഡിങ് പ്രോഗ്രാം. അപ്പോൾ ഫ്രണ്ടിൽ ഓമനക്കുടി ടീച്ചർ ഇരിപ്പുണ്ട്. അപ്പം ടീച്ചർ എന്നെയും വിളിച്ചു, പാച്ചു അതെ ഹരിക്കുട്ടൻ എൻ്റെ കൂടെ ഉണ്ട്, ഹരി ബാലുവിൻ്റെ കൂടെ ഒരു പാട്ട് പാടണം. ഭയങ്കര ആഗ്രഹമായിരുന്നു പാടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ ബാലുചേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ചേട്ടാ ഓമനക്കുട്ടി ടീച്ചറിൻ്റെ കൊച്ചുമോൻ ഹരിയുണ്ട്, സാധ്യമായിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു രാഗരത്നത്തിലൊക്കെ പാടി നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, അയ്യോ അതിനെന്താടാ നീ പറഞ്ഞോ. അതന്നെ ഹരി കേറി, ഹരി പാടിക്കൊണ്ടിരുന്നിട്ടൊരു പല്ലവിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ വയലിനുമായിട്ട് സ്റ്റേജിൽ വന്ന് ഹരിയുടെ കൂടെ ജാം ചെയ്തു ആ സ്പോട്ടിൽ. അതെനിക്ക് ഒരിക്കലും മറക്കാൻ, അങ്ങനെ ഒരു മനസ്സ് എത്ര മ്യൂസീഷ്യൻസിനുണ്ട്, അതൊക്കെ മറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് വേദികൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ പ്രോഗ്രാം. മറക്കാൻ പറ്റില്ല. എന്നും ബാലുചേട്ടനെ ഞാൻ ഓർക്കും എന്നും. ഈ അമൃത ടിവിയിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം പകരം വെക്കാനില്ലാത്തൊരു പ്രോഗ്രാമാണ്. നമ്മുടെ ആദ്യത്തെ റിയാലിറ്റി ഷോയിൽ അതൊരു തരംഗം തന്നെ സൃഷ്ടിച്ചു. അതിലെ ജഡ്ജിങ് പാനലിൽ ഇരുന്ന ഒരു ആളാണ് നമ്മുടെ ബാലുചേട്ടൻ. ബാക്കി പബ്ലിക്കിന്, ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് സാധാരണക്കാരിലോട്ട് കൂടുതൽ അങ്ങനെ ഭയങ്കര കണക്റ്റഡ് ആയി. അവരുടെ ഒരു ജഡ്ജ്മെന്റ്, ആ ഒരു രീതി. ഹരി പറഞ്ഞ പോലെ പകരം വെക്കാനില്ലാത്ത വയലിനിസ്റ്റ്, ആ ഒരു ഇതിലോട്ട് ആരും വന്നിട്ടില്ല. പ്ലസന്റ് ആണ്. എപ്പോ കണ്ടാലും ആ ഒരു ചിരിക്കാത്തൊരു ഫോട്ടോ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഏത് ഫോട്ടോ എടുത്താലും ചിരി ഉണ്ടായിരിക്കും. ഈ ഒരു ചിരി എപ്പോഴും ഉണ്ടാവും എന്തായാലും. പക്ഷെ നമ്മളെല്ലാരും വിചാരിക്കുന്നു ഇപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. കാരണം ഈ ഫോട്ടോ അല്ലാണ്ട് നമ്മുടെ മനസ്സിൽ വേറെ ഒന്നും വരുന്നു, ഈ ചിരി അല്ലാണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ ആരും ഒന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ബാലുചേട്ടൻ ആ ചിരിച്ച മുഖം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ എന്നും ഉണ്ടാവും. ഒരു കോടി പ്രണാമം അർപ്പിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഓർക്കസ്ട്ര ടീം ഒരു ട്രിബ്യൂട്ട് റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ ബാലുചേട്ടന് വേണ്ടിയിട്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം.
ഫിലിം ഫെസ്റ്റിവലിന്റെ ഒരു സിഗ്നേച്ചർ മ്യൂസിക് ആയിരുന്നു. ഇങ്ങനെ പാട്ട് മാത്രമല്ല, ഞാനൊക്കെ ഡാൻസ് വരെ മ്യൂസിക്കിൽ ചെയ്തിട്ടുണ്ട്. ഡാൻസേഴ്സ് വരെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു മ്യൂസിക്കാണിത്. അപ്പൊ എന്തായാലും ബാലുച്ചേട്ടൻ ഒരു കോടി പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്.